നമുക്ക് പ്രാപിക്കേണ്ടത് എന്താണ്? രക്ഷ. രക്ഷ എന്ന് പറയുന്നത് ആരാ? ക്രിസ്തു. 2:30 എടുത്ത്. ലുക്ക 2:30. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ശെമയോൻ ദീർഘദർശിയുടെ കയ്യിൽ ഈശോനെ അമ്മ മാതാവ് കൊടുക്കുമ്പോഴാണ് ശെമയോൻ ഇത് പറയണത്. അമ്മ മാതാവ് ഈശോനെ കൊടുക്കുമ്പോൾ ഈശോ ആരാണ്? കത്തോലിക്കന് മാത്രമുള്ളതല്ല, CSIക്കാരനും പെന്തക്കോസുകാരനും മാത്രമുള്ളതല്ല, മുസ്ലിംസിനും മാത്രമുള്ളതല്ല, ഹിന്ദുസിനും മാത്രമുള്ളതല്ല, എല്ലാ പാർസികൾക്കും ചൈനക്കാർക്കും എല്ലാം വേണ്ടിയുള്ളതാണ്. സകല മനുഷ്യർക്ക് പറഞ്ഞ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പൊ ശെമയോൻ കണ്ട സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷ ആരാണ്? ക്രിസ്തുവാണ്. ക്രിസ്തു ബൈ സബ്സ്റ്റൻസ് എസൻസ് ആരാണ്? 1 കൊരിന്ത്യസ് 1:24 എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദാറ്റ് ഇസ് തിയറി, സിദ്ധാന്തം. എന്നുവെച്ചാൽ ക്രിസ്തുവിനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സങ്കീർത്തനം 32 സങ്കീർത്തനം 8 വാക്യം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അപ്പൊ ക്രിസ്തു ആരാണെന്നാ പറഞ്ഞത്? 1 കൊരിന്ത്യസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? തിയറി, ആശയം. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി, പ്രയോഗം. ഒരു തിയറി ഒരു പ്രാക്ടിക്കൽ ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ആദ്യം എന്ത് വേണം? തിയറി വേണം. ക്രിസ്തു ഒരേ സമയം തന്നെ ആരൊക്കെയാണ്? തിയറിയുമാണ്, പ്രാക്ടിക്കലുമാണ്. ക്രിസ്തു എന്ന ശക്തിയെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം. അതുകൊണ്ടാണ് ക്രിസ്തു വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറയണത്. സമാധാന പ്രഭു, ശക്തനായ പിതാവ് എന്നൊക്കെ പറയും. അതായത് ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ നടക്കേണ്ട വഴി നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ തോന്നിക്കുന്നതിന് വേണ്ടിയാണ് ആലോചനയുടെ ആത്മാവിനെ തരണത്. നമ്മുടെ കൂടെയുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇഫക്റ്റീവ് ആക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വിശ്വസിക്കുന്നവർക്കും അനുദപിക്കുന്നവർക്കും ലുക്ക 2:17 അനുസരിച്ച് നടപടി 2:17 2:30 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 2:17 ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ പശ്ചാത്തപിക്കുകയും പാപം. സഹോദരങ്ങളെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇപ്പം ക്രിസ്തുവിൻ്റെ അരൂപി നമ്മളിൽ ആക്ടിവേറ്റ് ആക്കുന്നതും ക്രിസ്തുവിൻ്റെ ശക്തിയുടെ വ്യത്യസ്തങ്ങളായ വരദാനങ്ങൾ അനുഭവവേദ്യമാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ നമ്മളെന്ത് ചെയ്യണതും? സുവിശേഷത്തെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് സുവിശേഷത്തെ വിശ്വസിക്കുക. അതൊക്കെ മുമ്പ് എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനുതാപം വരേണ്ടത്. അപ്പോൾ മർക്കോസ് 1:15 അതേസമയം തന്നെ നടപടി 2:38 ദൈവം മുന്നോട്ട് വെക്കുന്ന പ്രൈമറി കണ്ടീഷൻ അനുതാപമാണ്. അനുതാപത്തിലൂടെ ക്രിസ്തുവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു, അനുതാപത്തിലൂടെ ആത്മാവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു. അഭിഷേകത്തോടെ ദൈവത്തിൻ്റെ കൈയും കാലുമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നു.